വാച്ച്മാനാണല്ലേ? ഇരുന്നുറങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായി. വാർഡൻ ഉണ്ടോ അകത്ത്? ഉണ്ടല്ലോ. എവിടുന്ന? ഉഗാണ്ടേന്ന്. താൻ പോയ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. പോ. വാ മോളെ. വരൂ, ഇരിക്കൂ. താങ്ക്സ്. ഞാൻ പരമേശ്വര കൈമൾ. എവിടുന്ന? വീട്ടിൽ നിന്ന്. അല്ല, ഏതാ സ്ഥലം? പാലക്കാട്ടുനിന്ന് ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി. ഇതെന്റെ മകൾ. എന്താ പേര്? ശ്രീലക്ഷ്മി. ഓ, ശ്രീലക്ഷ്മി. എവിടെയാ വർക്ക് ചെയ്യുന്നേ? NIIT-ല് കമ്പ്യൂട്ടർ ട്യൂട്ടേഴ്സ്. അതെ, കമ്പ്യൂട്ടർ ടീച്ചറാ. ആ, ഇതിൽ പേരും അഡ്രസ് എഴുതി ഒപ്പിട്ടോളൂ. 1300 രൂപ മാസം. ഇതാ 3 മാസത്തേക്കുണ്ട്. എന്താ പേര്? കുഞ്ഞന്നാമ്മ. എന്തന്നാമ്മ? കുഞ്ഞന്നാമ്മ. കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, പിന്നെ ആ ലഗേജ് എല്ലാം 36 നമ്പർ റൂമിലേക്ക് വെച്ചേക്കൂ. ശരി. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവാ. എന്ന് തിരിച്ചു വരും. 10-ാം തീയതി ആകുമ്പോ വരും. വന്നിട്ട് വേണം എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ചേരാൻ. എവിടെയാ? ഇവിടെ സ്റ്റാച്യൂല. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ പേര്? എന്റെ പേര് ഷീജ. എവിടെയാ പഠിക്കുന്നത്? ഇവിടെ വിമൻസിലാ. ഓ, എനിക്ക് ഇതുപോലൊരു കൊച്ചുമോളുണ്ടായിരുന്നു. എന്ത് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്? നല്ല സ്നേഹമുള്ള അപ്പൂപ്പനല്ലേ? ആ, ഇതാണ് കുട്ടിയുടെ മുറി. പിന്നെ ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. വൈകുന്നേരം 6 മണിക്ക് മുൻപ് ഇവിടെ കയറിയിരിക്കണം. ഓക്കെ? ഇത്രയും കളേഴ്സ് ഒരുമിച്ച് കണ്ടപ്പോ സത്യം പറയാലോ എനിക്ക് ഇവിടെ തന്നെ കൂടിയാലോ എന്നുണ്ട്. വേഗം പോവാൻ നോക്ക്. ഹലോ, ഐ ആം മേരി ചക്കു. ഞങ്ങൾ 32 നമ്പർ മുറിയിലാ ഇവിടെ താമസിക്കുന്നത്. മോളതാ ഇവിടെ വന്നിരിക്കൂ. കൊച്ചുമോൾ ഇവിടെ ഇരിക്കൂ. എന്താ പേര്? ശ്രീലക്ഷ്മി. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞങ്ങൾ പഠിക്കാം. എന്തിനു പഠിക്കുന്നു? പാപ്പയ്ക്ക് പോകാൻ നേരായില്ലേ? പാപ്പ പൊയ്ക്കോളൂ. ഓ, പാപ്പയ്ക്ക് എന്റെ മോളെ തനിച്ചാക്കിയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. പാപ്പ വിഷമിക്കണ്ട, ഇവരൊക്കെ ഇല്ലേ ഇവിടെ? അതാ എനിക്ക് വിഷമം. മോളെ, എന്താ പാപ്പ? എന്ത് പറ്റിയെങ്കിൽ? അതെ, പാപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വരുമ്പോ വിഗ് വികളകും. ഇപ്പൊ ശരിയായി പപ്പ? ഇപ്പഴാ ശരിയായത്. എന്നാൽ ഇനി സമയം കളയണ്ട, പാപ്പ പൊയ്ക്കോളൂ. അല്ല, എനിക്ക് പാപ്പ. കം ഓൺ, കം പാപ്പ. എന്നാ മോള് പോട്ടെ പാപ്പ. പാപ്പ പോട്ടെ മോളെ. പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. കം പാപ്പ, കം സ്വീറ്റ് പാപ്പ, കം പാപ്പ. എക്സ്ക്യൂസ് മീ. ഞാൻ ഈ എതിരെയുള്ള മുറിയിലെ താമസം. ഇന്ന് വന്നേ ഉള്ളൂ. പേര് ശ്രീലക്ഷ്മി. ഞാൻ മാളവിക. അതെനിക്കറിയാം. എങ്ങനെ? അത് പിന്നെ 32 നമ്പർ മുറിയിലെ മേരി ചക്കു പറഞ്ഞു. ഓ, പരിചയപ്പെട്ട സന്തോഷം. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റൊന്നും തോന്നരുതേ. നമുക്ക് നാളെ കാണാം. എന്താ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, എന്നിട്ട് ലൈബ്രറിയിൽ കൂടെ പോയിട്ട് വരാൻ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
എത്രയായി? 8 രൂപ. ആ ഒലിപ്പൻ ഓമനക്കുട്ടൻ ഞാൻ പെണ്ണാണെന്ന് കരുതി എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒന്ന് കൈകാര്യം ചെയ്തേരെ. Hi, beauty. How are you? എന്റെ തലയിലാണോ ചവറ് നിക്ഷേപിക്കുന്നത്? ചവറ് പിന്നെ വേൾഡ് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുമോ? അണ്ണാ എറിഞ്ഞില്ല, പറ്റിച്ച്. ഞാൻ അകത്തോട്ട് വരട്ടാ. എന്തിന്? ഒന്ന് പരിചയപ്പെടാൻ. അകത്ത് കയറിയാ മുട്ടുകാലല്ലേ ഓടിക്കും തന്നെ. വെരികിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. തലയ്ക്കകത്ത് വല്ലതും വേണം. എനിക്കൊരു ഐഡിയ. എന്തോന്ന്? ആദ്യം കുപ്പി, പിന്നെ ഐഡിയ. കുപ്പിയൊക്കെ വാങ്ങിച്ചു ആദ്യം കാര്യം പറ. നമ്പർ 1, സാറ് താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രേതബാധ ഉണ്ടെന്ന് വരുത്തണം. നമ്പർ 2, സാറ് നിലവിളിക്കണം, എല്ലാവരും ഓടിക്കൂടും. നമ്പർ 3, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് മാളവിയോടൊപ്പം കൂടണം. താൻ ചെന്ന് ചുമ്മാ ചിരിച്ചു കാണിച്ചാൽ സാർ ധൈര്യമായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ല്. ഇന്ന് രാത്രി 10:30 മണിക്ക് 2 എണ്ണം വീശി സപ്പർ പഠിച്ച് യക്ഷി എവിടെ എത്തിയിരിക്കും. ഞങ്ങളെ തുടങ്ങിക്കോ. ഞാൻ പാട്ട് പാടുമ്പോ നിങ്ങൾ കല്ലെടുത്ത് ജനലിലോട്ട് എറിയണം. ഏത് ജനലല്ലേ? എന്നാ പാട്ട് വെച്ചോ. என் பேரு படையப்ப, இளவட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப. நெஞ்சிலாறு படையப்ப, பின்னால் படையப்ப, யுத்தம் கொண்டு வருகையில் റേഡിയോ മാറ്റി അറിയാല്ലേ? കൊല്ലി ഞാൻ. പട്ടികൾ ഓടിക്കൊണ്ടു. അവിടെ ഒരു സ്ത്രീ തോന്നുന്നു. ഞങ്ങൾക്ക് പേടിയാവുന്നു മാഡം. ആരും പേടിക്കണ്ട, പ്രാർത്ഥിച്ചു പോയി കിടന്നോളൂ. ലക്ഷ്മി വേണമെങ്കിൽ ഇന്നത്തേക്ക് എന്നോടൊപ്പം കിടന്നോളൂ. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. എനിക്കും. ഒരു കല്ലും കൂടി എടുത്തേറി. തോടെ കയ്യറ പന്നി കൂടി കൈ വെച്ചിട്ടില്ല. പിന്നെ
ഹലോ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. ആൾക്കാരെന്നെ അലൈപ്പായതേ മാധവൻ എന്ന് വിളിക്കും. ഒരു സത്യം പറയട്ടെ, ഇന്നുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ എന്താന്നറിയില്ല. എന്താ പേര്? പേര് പറയാൻ നാണമാണോ? നാണിക്കണ്ട, പറയൂ പ്ലീസ്. ബിൽ ക്ലിന്റൺ. അയ്യോ, ഇവന്റെ കാറ്റ് പോയി. വണ്ടിയുടെ കാറ്റ് കളയണം. വണ്ടിക്ക് കാറ്റില്ലേ? ഇനി പോക്കറ്റ് ക്യാഷ് ഉണ്ടാന്ന് നോക്കിയാലോ? വേണ്ടല്ലേ? അയ്യോ, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. ആ യക്ഷി അല്ല, ആ യക്ഷിയുടെ കാര്യം ഓർത്ത്. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചു പോയി. സാരമില്ല, കിടന്നുറങ്ങിക്കോ.